ഇപ്പൊ അജിത്താണ് ആദിക്കിന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരാളെന്നാണ് ആദിക്ക് എല്ലാ സ്ഥലത്തും പറയുന്നത്. അദ്ദേഹമായിട്ട് സംസാരിച്ചൊരു നേർക്കൊണ്ട പറവയിൽ സംസാരിച്ച കുറച്ച് നേരം കൊണ്ടാണ് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അങ്ങനെയാണ് മാർക്ക് ആന്റണി സംഭവിച്ചത്, ഈ സിനിമ സംഭവിച്ചതെന്ന് പറയാം. അപ്പം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നു വിചാരിക്കുന്നു, ഒരു 5 മിനിറ്റ് എങ്കിലും ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. എന്താ ആളെങ്ങനെ ലൈഫ് ചേഞ്ചിങ് പേഴ്സൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ SJ സൂര്യ ഉൾപ്പെടെ പറയുന്നത് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തു അദ്ദേഹമായിട്ടുള്ള സംസാരം, എന്തായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി എന്ന് പ്രിയ മനസ്സിലാക്കിയിട്ടുള്ളത്? ഭയങ്കര സൂപ്പർ ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ളൊരു, സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യനാവുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടല്ലോ, നല്ലൊരു മനുഷ്യനാവുന്നതിന്റെ ക്വാളിറ്റീസ്, അതെല്ലാം സാറിനുണ്ട്. ലൈക്ക് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഭയങ്കര അടിപൊളി പെർഫോമർ, ആക്ടർ, അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര ഹംബിൾ ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഒരു മനുഷ്യനാണ് അജിത് സർ. ആൻഡ് അത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഐ ഫീൽ ലൈക്ക് പീപ്പിൾ അറൗണ്ട് ഹിം ആർ ഈസിലി അട്രാക്റ്റഡ് ടു ഹിം ബിക്കോസ് ഓഫ് ദാറ്റ് എനർജി. പുള്ളിക്കാരൻ ഒരു റൂമിലേക്ക് നടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ, ഞാൻ പറയുന്നത്, ഞാനിപ്പം വേറെയും ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിലും തമിഴിലൊക്കെ. അവര് വരുമ്പോ ഒരു ഓറ ഒബ്വിയസ്ലി ഉണ്ട്, ബട്ട് ആ ഒരു ഓറ ഇസ് യുനോ ഒരു സ്റ്റാർ വരുന്നതിന്റെ ഒരു ഓറ നമുക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് സെറ്റ് ഭയങ്കര സൈലന്റ് ആയി പോകും, അങ്ങനത്തെ ഒരു അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സാറ് വരുമ്പോ സെറ്റില് ഈ പറയുന്ന പോലെ യാതൊരു വ്യത്യാസവും അനക്കം ഉണ്ടാവില്ല. സാറ് വരുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ അനങ്ങാതെ നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവരും എഴുന്നേക്കണം. എന്തൊരു എവ്രിബഡി വിൽ ബി ഡൂയിങ് ദർ വർക്ക്. ആൻഡ് സാറ് പോയിട്ട് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് സംസാരിച്ച് എല്ലാരെയും ഗ്രീറ്റ് ചെയ്യുന്ന, അഥവാ ആരെങ്കിലും എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞ് അത്രയും. അപ്പൊ സാറ് ക്യാരി ചെയ്യുന്ന ഓറ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, ഭയങ്കര സൂപ്പർ ഹ്യൂമൻ ഓറയാണ് പുള്ളിക്കാരൻ ക്യാരി ചെയ്യുന്നത്. ഒരു സ്റ്റാർ എന്നുള്ളൊരു ഓറേന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു ആള് നടന്നു വരുമ്പോൾ, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാൾ നടന്നു വരുമ്പോഴൊരു നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യില്ല. ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഓറ ദറ്റ് ഹീ ക്യാരീസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആൻഡ് ഭയങ്കര റെയർ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഈ നേരിട്ട് വന്നിട്ട് ഇപ്പോഴും ഏതാണോ സമയം, ഇപ്പൊ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും. യെസ്, എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യും, ഒരാളെ വിടാതെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യും. എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്ന മാത്രമല്ല, കാര്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. പുള്ളിക്കാരൻ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് നമ്മളോട് സംസാരിക്കും. ഇപ്പൊ നമുക്കൊരു റിസർവേഷൻ ഉണ്ടാവുമല്ലോ, അയ്യോ അജിത് സാർ ആണ്, നമ്മൾ എന്താ സംസാരിക്കുക അല്ലെങ്കിൽ എന്താ ചോദിക്കുക, അങ്ങനെ ഒരു റിസർവേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ പുള്ളിക്കാരൻ തന്നെ നമുക്ക് ആ കോൺവെർസേഷൻ ഭയങ്കര ഈസി ആക്കി തരും. കാരണം എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് ചോദിക്കും, നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നും സാറിന്റെ അടുത്ത്. എന്താണ് ഈ അജിത് കുമാറായിട്ടുള്ള കോൺവെർസേഷൻ എന്തിനെ പറ്റിയിട്ടാ സംസാരിച്ചത്? പ്രിയയോട് എന്താ ചോദിച്ചത്? സാധാരണ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ, മറ്റേ ഫാമിലി, കോമൺ ആയിട്ടുള്ള നമ്മളെ ടോപ്പിക്സ് ഒക്കെ, അതൊക്കെ സംസാരിക്കും. പിന്നെ മോസ്റ്റ്ലി സംസാരിക്കുന്നത് ഇസ് അബൌട്ട് കാർസ് ആൻഡ് ട്രാവലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സാറിന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. ബേസിക്കലി ഞാൻ നോട്ടീസ് ചെയ്തത്, എന്റെ കോൺവെർസേഷൻസ് വിത്ത് സാർ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത്, സാർ ഏറ്റവും എക്സൈറ്റഡ് ആവുന്നത് വെൻ ഹി ടോക്സ് അബൌട്ട് കാർസ്, റേസിംഗ്, പിന്നെ ഫാമിലി ആൻഡ് ട്രാവലിംഗ്. ഇത് 4 കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സാറിന് ഇങ്ങനെ കണ്ടിങ്ങനെ തിളങ്ങനെ കാണാൻ പറ്റും. സോ യാ, ഭയങ്കര ഒരു കൊച്ചു കുട്ടിയാണ്. ഇതിനകത്ത് സിമ്രാൻ അഭിനയിച്ചിട്ടുണ്ട്. സിമ്രാനും ഈ പറഞ്ഞ പാട്ടിന്റെ ഒരു സീക്വൻസിൽ വരുന്നുണ്ട്. മാമിന് അറിയാമായിരുന്നോ ഇങ്ങനെ പ്രിയയാണത് പെർഫോം ചെയ്യുന്നത്? എനിക്കറിയില്ല ആക്ച്വലി. കാരണം ഞങ്ങള് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഷൂട്ടാണ് ഞാൻ ആദിക്കിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആദിക്ക് പറഞ്ഞത് സിമ്രൻ മാമിന് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാളെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് എന്നോട് പറയണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആദിക്കിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ, പടം വരുമ്പോൾ മാം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു മാമിനും സർപ്രൈസ് ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ കോൺവെർസേഷൻ ആക്ച്വലി പടം റിലീസ് ആയതിനു ശേഷമാണ് ഉണ്ടായത്. മാമിനെ സെറ്റിൽ വെച്ച് കണ്ടിട്ടൊന്നുമില്ല. സോ അത് കഴിഞ്ഞിട്ടുള്ള കോൺവെർസേഷൻസും പിന്നെ ഇപ്പൊ ഇന്റർവ്യൂസിൽ മാം സംസാരിക്കുമ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ മാമിന്റെ ഫീഡ്ബാക്ക് കേൾക്കുന്നത്. എന്താണ് മാമിന്റെ മനസ്സിൽ നിന്ന് മനസ്സിലായത്? ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം 1-2 ഇന്റർവ്യൂസിന്റെ ബൈറ്റ്സ് ഇങ്ങനെ അമ്മ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാം ഇങ്ങനെ സംസാരിക്കുന്നത്, എന്നെ മീറ്റ് ചെയ്യണമെന്നും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നി. ഗുഡ് ബൈ ഡഗ്ലിയെ പറ്റി സംസാരിക്കുമ്പോൾ അർജുൻ ദാസിനെ പറ്റി കുറെ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ വേറൊരു സൈഡും കൂടി നമുക്ക് കാണാൻ പറ്റും. പ്രിയയെ പോലെ അദ്ദേഹത്തിന്റെ സൗണ്ട് കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിടിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. ഒരു റിജിഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒഴുകുകയാണ് പുള്ളി മൊത്തത്തില്.
ശരിക്കും എസ് ജെ സൂര്യയാണ് അതിന് മുമ്പ് കാസ്റ്റ് ചെയ്തെന്നൊക്കെ ആളുകൾ പറയുന്നു. പക്ഷെ എസ് ജെ സൂര്യക്ക് എന്തൊക്കെയാണോ ഒരു ലൗഡ്നെസ് ഉള്ളത് അതൊക്കെ അർജുന് ഏറെക്കുറെ അതൊക്കെ കാണാൻ പറ്റി. അർജുൻ ദാസ് ആസ് എൻ ആക്ടർ എങ്ങനെയാ ഫിലിമിനെ അപ്രോച്ച് ചെയ്യുന്നത്? എന്തായിരുന്നു സെറ്റിലെ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ? അർജുൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ചില്ലായിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ആൻഡ് അർജുൻ ഈ പറഞ്ഞ പോലെ ഇത് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അർജുന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അർജുൻ ഇങ്ങനെ ഇടയ്ക്ക് തമാശക്കൊക്കെ പറയായിരുന്നു, പ്രിയയുടെ ഫാൻസ് ഒക്കെ വന്ന് എന്നെ വെറുതെ ട്രോളും അങ്ങനെയൊക്കെ പറയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര ലൗഡാണല്ലോ ആ ക്യാരക്ടറിന്റെ ഡ്രസ്സിങ് ആണെങ്കിലും ശരി, മുടിയാണെങ്കിലും ശരി, കൊടുക്കുന്ന ഗ്ലാസസ് ആണെങ്കിലും ശരി, എല്ലാം ഭയങ്കര ലൗഡാണല്ലോ ആ ക്യാരക്ടറിന്. അപ്പൊ അർജുന ഇങ്ങനെ ഞാൻ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക, എനിക്ക് വല്ല ട്രോളൊക്കെ വന്ന് ഇങ്ങനെയായിരുന്നു ഓൺ സെറ്റ് എവറി ഡേ. അപ്പം ഞാനിങ്ങനെ സാരില്ല പോട്ടെ, ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹീൽ ഡെലിവർ. ചോദിക്കുന്നത് എന്താണോ അത് ഡെലിവർ ചെയ്യും അർജുൻ. സോ തമാശക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ എന്താ പറയാ കൺസേൺസ് ഒക്കെ അറിയിക്കുന്നല്ലാതെ പിന്നെ ഓൾസോ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കോ ആക്ടറാണ്. എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഇഞ്ചുറി പറ്റിയ സമയത്താണെങ്കിലും എല്ലാം ഭയങ്കര കൺസിഡറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. സോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അർജുൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ അതിനകത്ത് കുറച്ച് റിസ്ക് ഉള്ള കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് തൂങ്ങിക്കെടുക്കുകയാണ് പാലത്തിനടിയിൽ നിന്ന്. അവിടെ പാലത്തിനടിയിൽ നിന്ന് ഡയലോഗുകളൊക്കെ ഉണ്ട് കുറെ. പടത്തിന്റെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ഏരിയയാണ്. എങ്ങനെയാ ഷൂട്ട് ചെയ്തത്? ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു സാഹസനൊക്കെ മുതിരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ആക്ച്വലി ചെയ്യുന്ന സമയത്ത്. എത്ര ഫീറ്റ് ഹൈറ്റിലാണ് നിൽക്കുന്നത് ശരിക്കും നിങ്ങള്? കുറച്ചുണ്ട്, അത്യാവശ്യം ഹൈറ്റിലാണ് നിന്നിരുന്നത്. പക്ഷെ അത് നമ്മൾ ഒബ്വിയസ്ലി ഹാർനസ് ഒക്കെ ഉള്ളത് കൊണ്ട് ആദ്യത്തെ ഒരു പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആ പേടി വിട്ടുപോകും. എനിക്കല്ല, അർജുനാണ് കുറെ പണി ഉണ്ടായിരുന്നത്. കാരണം തലകുത്തിയിട്ടൊക്കെയാണ് അർജുൻ നിൽക്കുന്നത്. അപ്പോൾ അർജുനെ കാണുമ്പോഴാണ് എനിക്ക് ഓക്കെ, ഞാൻ ഭേദമാണ്, എനിക്ക് ഇങ്ങനെ കിടന്നാൽ മതിയല്ലോ, അർജുൻ ഇങ്ങനെ കിടക്കണം. അർജുൻ ഇങ്ങനെ നെട്ടോട്ട് ഓടുന്ന കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഓക്കെ, നമുക്കൊന്നും കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രണ്ട് ആൾക്കാരാണല്ലോ. ഒരാൾ ഊട്ടിപ്പോയി ലെൻസ് മാറ്റിയിട്ട് വരണം, ഒരാൾ ഊട്ടിപ്പോയി ഷർട്ട് മാറ്റിയിട്ട് വരണം. പുള്ളിക്കാരൻ കിടന്ന് ഓടുന്ന കാണുമ്പോൾ എനിക്ക് ഓക്കെ, ഇതാണ് ഡെഡിക്കേഷൻ, നമ്മളൊന്നും വരേണ്ട കാര്യമില്ല, ഇത് കണ്ടുപഠിച്ചാൽ മതി. അങ്ങനെയായിരുന്നു. നമ്മളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ അത് നമ്മളൊരു പടത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. വളരെ വിഷനുള്ളൊരു ഡയറക്ടർ ആയിരിക്കും, വളരെയധികം കണക്ട് ചെയ്തിട്ടുള്ളൊരു പടമായിരിക്കും. പക്ഷെ ഫ്രീ ആയിട്ട് അത് ആ സബ്ജക്റ്റ് വർക്ക് ആവുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഇപ്പോൾ സന്ദീപ് വാങ്ക റെഡ്ഡി വന്നിട്ട് പറയുകയാണ് നമ്മൾ അനിമൽ പാർക്കിൽ ഫ്രീയെ വെച്ചിട്ട് ഒരു വേൾഡാണ്, അതൊരു മാൻസ് വേൾഡാണ്, അത് ബ്ലഡ് ഷെഡ് ഉണ്ട്, അവിടെ മിസോജിനി ഉണ്ട്. അപ്പം അതിന് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാ പ്രിയ റെസൊണേറ്റ് ചെയ്യുക, ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ പ്രിയ എങ്ങനെ റെസൊണേറ്റ്? ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എൻ ഓഡിയൻസ് അത് റെസൊണേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ആസ് എൻ ആക്ടർ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി റിലേറ്റബിൾ ആണെന്ന് കരുതാത്ത ഐഡിയോളജീസ് ഉള്ളൊരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ ചാലഞ്ച് വേറെ ഒന്നുമില്ല. സോ ആസ് എൻ ആക്ടർ അത് ഭയങ്കര അടിപൊളി ഒരു സ്പേസ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം അനിമൽ എന്ന് പറയുന്ന ഫിലിമില് രശ്മിക മന്ദാന പ്ലേ ചെയ്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഒരു റിലേറ്റബിലിറ്റിയും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ ഭയങ്കര ചാലഞ്ചിങ് അല്ലേ. സോ ന്യൂ ഹൊറൈസൺസ് ആണ് നമുക്കത് എക്സ്പ്ലോർ ചെയ്യുക. കാരണം നമ്മൾ ലൈഫിൽ അങ്ങനെ ഒരാളല്ല. അപ്പൊ ആസ് എ ക്യാരക്ടർ അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബട്ട് ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി സിനിമ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയമാണ്. സോ നമ്മൾ എന്താണ് എന്താ പറയാ, വാട്ട് ഈസ് ദ സബ്ജക്ട് ഓഫ് യുവർ ഫിലിം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു വാണ്ട് ടു പുട്ട് അക്രോസ് എന്നുള്ളത് എല്ലാം നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരിക്കലും ഇപ്പൊ ഒരു അനിമൽ പോലത്തെ ഒരു ഫിലിമിനെ ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എൻ ഓഡിയൻസ് രണ്ടും രണ്ട് രീതിയിൽ അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല.